ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാ നോർമൽ മസാല, ഉപ്പ്, മുളക്, മഞ്ഞൾ ഇവ തേച്ചിട്ട് സാധാ നോർമൽ മസാലയാണ് ചെയ്യുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചെമ്മീൻ മസാല തേച്ചതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. നന്നായി മസാല പിടിച്ചതിന് ശേഷം ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഈ ചെമ്മീനൊക്കെ നിവർത്തി വെച്ച് ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഷാലോ ഫ്രൈ എന്ന് വെച്ചാൽ നോർമൽ ഫ്രൈ തന്നെ. ഞാൻ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നല്ല ഡീപ്പാവാതെ, മൊരിക്കാതെ നല്ല സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എനിക്ക് മൊരിച്ച് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമില്ല, കാരണം മീനിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോർമൽ ഫ്രൈ ആകുമ്പോൾ എപ്പോഴും നമുക്ക് ടേസ്റ്റ് അറിയാനും പറ്റും. പിന്നെ എന്താ പറയുക, അധികം കറുമുറാന്നിരിക്കാതെ തിന്നുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ കുത്തി വെച്ചതെല്ലാം ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നിരയായി വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. നോർമൽ ഫ്രൈ തന്നെയാണ് ചെയ്തത്. കുറച്ച് സമയമെടുത്തു, തിരിച്ച് മറച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇതിനിടയ്ക്ക് വീട്ടിൽ കുറേ പണികളും ഒക്കെ ചെയ്യാൻ നമുക്ക് ഇതവിടെ നിന്ന് കുക്കായിക്കോളും. പിന്നെ ഗ്യാസ് അടുപ്പായതുകൊണ്ട് വേറെ എന്താ പറയുക, നമുക്ക് എവിടെ വേണേലും പോയി വരാം. തീ കുറച്ച് വെച്ചിട്ട്. പണ്ടത്തെ വിറകടുപ്പാണെങ്കിൽ നമ്മൾ നോക്കി നിൽക്കണം. ഗ്യാസ് അടുപ്പായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനിതിൻ്റെ ഇടയ്ക്ക് മറ്റെല്ലാ പണികളും ചെയ്തു തീർത്തു. അങ്ങനെ ഇടയ്ക്ക് വിലയ്ക്ക് വന്ന് നോക്കും ഇത് റെഡിയായോ എന്ന്. ഏകദേശം റെഡിയായിട്ടുണ്ട്. അങ്ങനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അപ്പോഴേക്കും ചോറും കറിയും റെഡിയായിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ തന്നെയാണ് കറി വെച്ചത്. മുരിങ്ങക്കായ ഇട്ട് കറി വെച്ചിരുന്നു. ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും ഇട്ടിട്ട് അങ്ങനെ ഈ ചെമ്മീൻ കറിയും ചോറും മീൻ വറുത്തതും കൊണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോയപ്പം ഞാൻ ചോറും കൊണ്ട് വന്നതോ ഒന്നും അവർ മൈൻഡാക്കുന്നില്ല. ഫുൾ വാച്ചിങ് TV. ലാസ്റ്റ് ഞാനൊരു വടിയെടുത്ത് കൊണ്ടുവന്നിട്ടാണ് അവർക്ക് ചോറ് കൊടുത്തത്. വടി കണ്ടാൽ പിന്നെ അവരെന്തായാലും ചോറ് കഴിക്കാൻ വരും.